വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാരിനെ വിമർശിച്ച കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവിന് മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇത്തരം ദുരാരോപണങ്ങളിലൂടെ ദുരന്തത്തിനിരയായ മനുഷ്യരെ കേന്ദ്രമന്ത്രി അപമാനിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഈ സന്ദർഭത്തെ സങ്കുചിത താൽപര്യങ്ങൾക്കു വേണ്ടി ചിലരെങ്കിലും ഉപയോഗിക്കുന്നത് ദൗർഭാഗ്യകരമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ദുരന്തം അനധികൃത കുടിയേറ്റത്തിന്റെ ഫലമെന്ന ഭൂപേന്ദ്ര യാദവിന്റെ പ്രസ്താവന ഇരകളെ അപമാനിക്കുന്നതാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ദുരന്തമുണ്ടായ പ്രദേശത്തെക്കുറിച്ച് ചെറിയൊരു ധാരണയെങ്കിലും ഉണ്ടെങ്കിൽ അവരെ അനധികൃത കുടിയേറ്റക്കാരായി മുദ്രകുത്താൻ കഴിയുമോ എന്നും മുഖ്യമന്ത്രി. ഇപ്പോൾ ബഹുമാനപ്പെട്ട കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി ഭൂപേന്ദ്ര യാദവിൻ്റെ പ്രസ്താവന നിർഭാഗ്യവശാൽ അത്തരത്തിലുള്ള ഒന്നായിപ്പോയി. പ്രാദേശിക ഭരണ സംവിധാനത്തിൻ്റെ ഒത്താശയോടെ നടക്കുന്ന അനധികൃത മനുഷ്യവാസവും ഭൂമി കയ്യേറ്റവും അനധികൃത ഖനനവും ഒക്കെയാണ് മുണ്ടക്കൈയിലുണ്ടായ ഉരുൾപൊട്ടലിൻ്റെ കാരണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതൊരു ദുരാരോപണമാണ് കേട്ടോ. ഇത്തരമൊരു ദുരാരോപണത്തിലൂടെ ദുരന്തത്തിനിരയായ മനുഷ്യരെ അവമാനിക്കുകയാണ് ചെയ്യുന്നത്. പരിസ്ഥിതി ലോല മേഖലയിൽ പ്രാദേശിക ഭരണകൂടത്തിന്റെ ഒത്താശയോടെ അനധികൃത കുടിയേറ്റവും ഖനനവും നടന്നതാണ് പ്രകൃതി ദുരന്തത്തിലേക്ക് നയിച്ചതെന്നായിരുന്നു കേന്ദ്ര വനം മന്ത്രി ഭൂപേന്ദ്ര യാദവിന്റെ പ്രസ്താവന. ദുരന്തമുണ്ടായ സ്ഥലത്ത് നിന്ന് 10.2 കിലോമീറ്റർ അകലെയാണ് ഖനനം നടന്നിട്ടുള്ളത്. അവിടെയുണ്ടായിരുന്ന ആരും അനധികൃത കുടിയേറ്റക്കാരല്ലെന്നാണ് മുഖ്യമന്ത്രിയുടെ മറുപടി. മലയോര ജനതയാകെ കുടിയേറ്റക്കാരെന്ന ഒറ്റ അച്ചിൽ മുദ്രകുത്തുകയാണ് കേന്ദ്രമന്ത്രി ചെയ്യുന്നത്. തെറ്റായ കാര്യങ്ങളാണ് അദ്ദേഹം പ്രചരിപ്പിക്കുന്നതെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. ഈ മലയോര ജനതയെ ആകെ കുടിയേറ്റക്കാരെന്ന ഒരൊറ്റ അച്ചിൽ ഒതുക്കുന്ന പ്രചരണങ്ങൾക്ക് ഉത്തരവാദപ്പെട്ട കേന്ദ്രമന്ത്രി തയ്യാറാകുന്നത് ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ പറഞ്ഞാൽ ഔചിത്യമല്ല. ഈ മുണ്ടക്കൈ ലാൻഡ് സ്ലൈഡ് ഏരിയയിൽ നിന്നും ഏറ്റവും അടുത്ത കോറിയിലേക്കുള്ള ദൂരം 10.2 കിലോമീറ്ററാണ്. ഇതാണ് സത്യമെന്നിരിക്കെ എന്തിനാണ് കേന്ദ്രമന്ത്രി തെറ്റായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്? സംസ്ഥാന സർക്കാരിനെ വിമർശിക്കുന്ന ലേഖനങ്ങൾ നൽകാൻ കേന്ദ്രം നിർബന്ധിക്കുന്നുവെന്ന വിവരങ്ങളും ലഭിക്കുന്നുണ്ട്. ഇതിന് പിന്നിലെ രാഷ്ട്രീയം എല്ലാവർക്കും മനസ്സിലാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.